ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീതു നാഗേന്ദ്ര ബ്ലോഗ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അമ്മ വീഡിയോട്ട് ഞാനേട്ടാ സമയം 7:15. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ എന്താ മുഖത്ത് ഒരു ഫേസ് പാക്ക് ഇടാണ്. അതായത് ഞാൻ എപ്പോഴും ഇടാറുള്ള ഫേസ് പാക്ക് തന്നെയാണ്. തക്കാളിയും ഇപ്പോഴത്തെ തക്കാളിയുടെ വില അനുസരിച്ച് ഇടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് ചിലത് ചെറുതായിട്ടൊക്കെ ഈ പഴുത്തിട്ടൊരു ചെറിയ ഉടഞ്ഞൊക്കെ ഇരിക്കുമല്ലോ. അപ്പം അങ്ങനത്തെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ചേക്കും. അപ്പം അങ്ങനെയാണ് ഇടുന്നത്. ഇപ്പം തക്കാളി വില കൂടിയതിനു ശേഷം ഞാൻ ഇപ്പോൾ ഇന്നാണ് ഇടുന്നത് കേട്ടോ. അതങ്ങനെ നിർത്തിയപ്പോൾ ചെറിയ കരിവെളുപ്പൊക്കെ, നല്ല വെയിലൊക്കെ അടിച്ച് നല്ല കരിവെളുപ്പൊക്കെ ആയി മുഖം. തക്കാളിയും കടലമാവും കൂടെ മിക്സ് ചെയ്താണ് ഒരു ഫേസ് പാക്കാണ് ഞങ്ങൾ ഇടാറുള്ളത്. അത് സ്ഥിരമായിട്ട് ഇട്ടാൽ മതി. നമ്മുടെ മുഖത്തുള്ള ഈ കറുത്ത പാടൊക്കെ നല്ല രീതിയിൽ മാറും. ഇപ്പോൾ ഒരു അരമണിക്കൂർ ഇട്ടിട്ട് ഇനിയിപ്പം വാഷ് ചെയ്ത് കളഞ്ഞിട്ട് റെഡിയായി ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് കടയിൽ പോകണം. അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കണേ. രണ്ട് മണിയായിട്ടുണ്ട്. ചോറ് കഴിക്കുകയാണ്. അമ്മ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ചോറ്, അവിയൽ, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ ഇത് കോഴിയാള മീൻ കറി കേട്ടോ, പിന്നെ വെള്ളം. ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ പോവുകയാണ്. കഴിച്ച് നമ്മളിപ്പോൾ പുറത്ത് പോകാൻ പോവുകയാണ് ഞാനും അമ്മയും കൂടെ. ഇതാണ് എൻ്റെ വീട്. ഞാൻ പോട്ടെ. നമ്മൾ വാങ്ങിച്ച ജമന്തിയാണ് കേട്ടോ, 50 രൂപയാണ്. വെള്ള ജമന്തി. ഹലോ, അതിട്ട് അമ്മയ്ക്കൊരു ബ്ലൗസിൻ്റെ തുണി വാങ്ങിക്കാൻ വന്നതാണ്. ബ്ലൗസിൻ്റെ തുണി എടുത്തായിരുന്നു, ബ്ലൗസ് പീസ്. ഇവിടെ കയറിയതേ ഉള്ളൂ, വന്ന് കയറിയത് മഴ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോയായിരുന്നു, സിറ്റിയിൽ പോയായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ച ജമന്തി മുല്ലയാണ്. അന്ന് ബലിയിടാൻ പോയപ്പോൾ മുല്ല വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ പൂ കിട്ടിയില്ല, മുല്ലപ്പൂ കിട്ടിയില്ല.
അങ്ങനെ അതിൻ്റെ സങ്കടം ഞാൻ ഇന്ന് തീർത്തു ഗൈസ്. എനിക്ക് സന്തോഷമായി ഗൈസ്. ഏകദേശം നമ്മൾ വന്നിട്ട് ഒരു 6:30 മണിയായിട്ടുണ്ട്. വന്ന് ഫ്രഷ് ആയതിന് ശേഷം തേയിലുള്ളൊക്കെ ഇട്ടായിരുന്നു. പിന്നെ വട വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. വടയും പരിപ്പുവടയും. അയ്യോ, ഇതിന് പരിപ്പുവടയുടെ പകുതി കാണാനില്ല, അമ്മ എടുത്ത് കേട്ടാ. പിന്നെ നീനുവിനും കൊടുത്ത്. ഞങ്ങൾക്ക് ഒരുപോലെ എടുത്തതാണ്. 1.5 വെച്ച് നീനുവിനും കൊടുത്തയച്ചായിരുന്നു. നീനിപ്പം എന്തോന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇനി അത് ചായ കുടിച്ചിട്ട് അത് മീൻ അറുത്ത് കറി വെക്കണം. തേയിലെല്ലാം കുടിക്കട്ടെ. കൂടെ ഉഴുന്നോടൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഇപ്പം 2 ഏത്തമ്പഴം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ അവിയലിന് വാങ്ങിക്കണ കായ് പഴുക്കുമ്പം അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കിടന്ന് പഴുക്കുമല്ലോ, പഴുക്കില്ല, ചെറിയതായിട്ട് കളർ വെക്കും. അത് അരച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനും അമ്മയും കൂടെ കഴിച്ചിട്ട് നീനും കൂടെ കൊടുക്കും. പിന്നെ അമ്മ കഴിക്കേ. ഇനി എനിക്ക് കുറച്ച് മീനൊക്കെ അറുക്കാൻ കിടക്കണം. അറുത്ത് കറി വെക്കണം. അതായത് നമ്മൾ കടയിൽ മലക്കറി ഉണ്ടല്ലോ, മലക്കറി അതായത് അവിയലിനൊക്കെ വാങ്ങിക്കണ ഏത്തങ്കായി പെട്ടെന്ന് ഇതുപോലെ പഴുക്കും. ഇപ്പം ഇന്ന് പച്ച വാങ്ങിച്ചുകൊണ്ട് വെക്കും, നാളെ ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ ഈ പഴുത്ത് കഴിക്കുമല്ലോ, അതേ ഇതിലൊക്കെ ആയി വരും. അതുകൊണ്ട് അങ്ങനെ ആരും വാങ്ങിക്കൂലല്ലോ. അപ്പം ഞങ്ങൾ അമ്മ പറഞ്ഞിട്ട് അന്ന് നല്ല ടേസ്റ്റാണ് വെക്കണം. അപ്പം ഞങ്ങൾ അമ്മ അങ്ങനെ അവിച്ച് തന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പഴുക്കണ പഴങ്ങളൊക്കെ ഞങ്ങൾ അവിച്ച് തിന്നാറുണ്ട്. അല്ലാതെ പച്ചയ്ക്ക് ഏത്തമ്പഴമൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ഇതാണ് എനിക്കിഷ്ടം. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. കൊള്ളാം. ഇല്ല, അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ശരിയാണ്. ഇനി ഞാൻ പോയി മീനൊക്കെ അറക്കട്ടെ. നീനൊരു സന്ധ്യയ്ക്ക് ഒരു 6:30 മണിയൊക്കെ ആയപ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. നമ്മുടെ കടയുടെ അടുത്തൊക്കെ മീനൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ വിലയുള്ളതുകൊണ്ട് നീനും കൊഴിയാള മീനാണ് കേട്ടോ. ഇന്നലെയും കൊഴിയാള മീനായിരുന്നു, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് അല്ലേ. ചെറിയ മീനുകളാണല്ലോ നല്ല ടേസ്റ്റ് ഉള്ളത്. കുറച്ച് അറുക്കണ പാട് മാത്രമേ ഉള്ളൂ. ഇനി ഇത് അറുത്ത് കറി വെച്ചതിന് ശേഷം പിന്നെന്താ, നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ചോറൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അത് കറികളൊക്കെ ചൂടാക്കി വെള്ളമൊക്കെ ചൂടാക്കി നമ്മൾ കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് തന്നെ ചോറ്. പിന്നെ വൈകുന്നേരം വാങ്ങിച്ചിരുന്ന മീൻ പൊരിച്ചായിരുന്നു. പിന്നെ കറി വെച്ച് നാളത്തേക്ക്. ഉച്ചത്തെ അവിയൽ, മീൻകറി, വെള്ളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്